ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ആമീൻ ആദ്യ പിതാവായിരുന്ന ഹല്ലേലൂയ ആമീൻ ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവരെ പിശാചി തെറ്റിച്ച് കളഞ്ഞത് ഭക്ഷണത്തിലൂടെ തന്നെയാണ്. ഹല്ലേലൂയ ആമീൻ. അവിടെ പറയുന്നത് ഇത് ആ ഭാഗം ഒന്ന് വായിച്ച തറാം മിസ്റ്റർ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ നല്ലത് തിന്മാൻ വൃക്ഷഫലം 6-ാം വാക്യം 3:6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. മതി മതി ഹാല. ഇവിടെ പറയുന്നത് ആമേൻ ഹാലയില് അവർ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രേമം കാമ്യം എന്ന് സ്ത്രീ കണ്ടു. ഹാലയിലുയ. ഇതെല്ലാം ഒരു തോന്നല. നമ്മൾ നേരത്തെ പറയാം, കാണാൻ നല്ലതാന്ന് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും, തിന്മാൻ നല്ലതാന്ന് തിന്നുമൊക്കെ അറിയത്തുള്ളൂ, ജ്ഞാനം പ്രാപിക്കില്ലെന്ന് അത് തിന്നതിന് ശേഷം അറിയത്തു. പക്ഷേ എങ്കില് പിശാച് ആദ്യമായിട്ട് അവരെ വീഴ്ത്താൻ കാരണമായത് തീറ്റസ്ഥാനത്തിൽ തന്നെയാണ്. ഹാലലൂയ. അപ്പൊ മനുഷ്യരെപ്പോഴും മരണം അതിലൂടെ അവർക്ക് കണ്ണു തുറന്നു എന്ന് വെച്ചാൽ അവര് നഗ്നത തിരിച്ചറിഞ്ഞ് അവര് മഹത്വത്തിൽ നിന്ന് വീണുപോയി. ഹാലയിൽ അവര് മരണത്തിലേക്ക്, ജീവനെന്ന മരണത്തിലേക്ക് വീണു. അപ്പൊ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ ഭക്ഷണത്തിന് കഴിയും. ഭക്ഷണത്തിലൂടെ മരണത്തിന് ഉള്ളിലേക്ക് പോകാൻ കഴിയും. ഹാലയ അമ്മേ നമ്മുടെ എലിയ പ്രവാചകൻ ഹാലലിയ അമ്മേ സാരാപ്പത്തിലെ വിധയുടെ വീട്ടിൽ 17-ാം അധ്യായം 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 10 തുടങ്ങിയിട്ട് വാക്യം ഒന്ന് വായിക്കോ. രാജാക്കന്മാർ 17-ാം അധ്യായം 10 തുടങ്ങിയിട്ട് വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിൽ പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടിമാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാവുന്നു എന്ന് പറഞ്ഞു. ഏലിയ അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് ആ സ്ത്രീ പറയുന്നത്, ഏലിയ പറയുന്നത് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം, കഴിക്കാൻ ഒരു അടയും കൂടെ കൊണ്ടുവരണം. അവള് പറയുന്നത് കലത്തിൽ അല്പം മാവും ഇത്തിരി എണ്ണയുണ്ട്, ഞാൻ 2 വിറക് പെറുക്കുകയാണ്, അതുകൊണ്ട് ഇതുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും മോനും മരിക്കാൻ പോവാ. എന്താ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാൻ പോവാണ്. ഹാലേലിയ. ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാതെ മരിച്ചിടായിരുന്നു മരിക്കാൻ പോകുന്ന ആൾക്കാര്. ഹാലേലിയ. നമുക്ക് ചോദിക്കാന്ന് ചെയ്തല്ലേ. പക്ഷെ ഇവിടെ പറയുന്നേ, അപ്പൊ ഏലിയ പറയുന്നത്, നീ അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്, ആദ്യം എനിക്കൊരട ഉണ്ടാക്കുക. എന്നാൽ അടുത്ത പറയുന്നുണ്ട്, കലശത്തെ മാവ് കുറയത്തില്ല, കലത്തിൽ എണ്ണ പറ്റത്തില്ല എന്നെല്ലാം പറയാം. പക്ഷേ ഇവിടെ മരണമാണ് സംസാരിക്കുന്നത്. അപ്പം ചോദിക്കുമ്പോൾ മരണത്തെ കുറിച്ച് പറയാണ്. അവര് തിന്നിട്ട് മരിക്കാൻ ഇരിക്കുന്നു. ഹാലേലിയ. ആദ്യമേ ഒരു അപ്പം കഴിച്ച് മരണത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു ആപ്പിള് കഴിച്ച് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ വൃക്ഷഫലം കഴിച്ച് മരണത്തിലേക്ക് പോയി. ഓക്കെ, സപ്പോസ് ആപ്പിൾ നമുക്ക് പറയാം. ഇവിടെ അടുത്ത ആള് പറയുന്നു, ഞങ്ങൾ ഇത് കഴിച്ചിട്ട് മരണത്തിലേക്ക് പോകാൻ പോവുക. ഹാലേലിയ. അപ്പം ഏലിയാവ് അവിടെ ചെന്നപ്പം ഹാലേലിയ ആ മരണം മാറി ജീവൻ വന്നു. പക്ഷെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഹാലേലിയ, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, സാക്ഷാൽ എന്റെ ശരീരം അപ്പമാകുന്നു. ഹാലേലിയ. എന്റെ രക്തം. അപ്പൊ ആ അപ്പം ഈ അപ്പം തിന്നവരൊക്കെ ഏതപ്പാ? മരുഭൂമിയിലൂടെ പോയപ്പോ ഹാലേലിയ മോശയുടെ കാലത്ത് മരുഭൂമിയിലൂടെ മഞ്ഞ കഴിച്ച ആ അപ്പം തിന്നവരെല്ലാം മരിച്ചു. ഹാലേലൂയ. ആമീൻ. ഏദൻ തോട്ടത്തിലുള്ള ഹാലേലിയ ഭക്ഷിച്ച ഹാലേലിയ ഫലം കഴിച്ചവരൊക്കെ മരിച്ചു. ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മരണം വരത്തില്ല, ഇത് തരും. അവിടെയും കഴിച്ചവരൊക്കെ മരിച്ചു. പക്ഷെ അങ്ങനെ ഈ ലോകത്തിന്റെ അപ്പം കഴിക്കുന്നവരെല്ലാം മരിക്കും. പക്ഷേല് എന്റെ ശരീരം ഇത് സാക്ഷാൽ അപ്പമാകുന്നു, ഇത് കഴിക്കുന്നവരാരും മരിക്കത്തില്ല എന്ന്.
ഹല്ലേലൂയ. അവിടെ നമ്മൾ ഹല്ലേലൂയ, ഇവിടെ ഏലിയ ഒരു വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു മരണഭീതിയെ മാറ്റാൻ എലിയാവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് മരിക്കാനായിട്ട് എന്താ ആഹാരം ഇല്ലാത്തതുകൊണ്ട് മരിക്കും. അപ്പൊ ഈ ലോകത്തിൽ ആഹാരം, ഭക്ഷണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഭക്ഷണത്തിലൂടെ പല ആൾക്കാർക്ക് നമ്മൾ പറയാറില്ലേ, നമുക്ക് ഭക്ഷണത്തോടുള്ള ഒരു അമിത ആഗ്രഹമൊക്കെ തന്നെ പാവമാണ് പിശാച് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ. ഉപവാസത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്നത് എന്താ? കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ശരീരം ക്ഷീണിപ്പിക്കും, ശരീരം തളരും, ശരീരത്തിലെ അസ്വസ്ഥത ഉണ്ടാകും, ചിലപ്പോൾ തല ചുറ്റുന്നു, ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിലേക്കാ ഇത് നയിച്ചുകൊണ്ട് പോകുന്നത് വെച്ചാൽ, ഈ ലോകത്തിൽ നമ്മൾ ആർക്കും ഈ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് ഉപവസിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആദ്യമായി പിശാച് ചെന്ന് നേരിട്ട് അടുത്ത് എന്ന് 40 ദിവസവും പ്രലോഭിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരീക്ഷിച്ചുകൊണ്ടേ ഇരുന്ന് എഴുതിയേക്കുന്നത്. പക്ഷെ അടുത്ത് ചെന്നിട്ട് ആദ്യമായി പ്രലോഭിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? ഈ കല്ലിനോട് അപ്പമാകാൻ പറ, അല്ലേ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും വരുന്ന പ്രലോഭനങ്ങൾ അപ്പത്തിന്റെ രൂപത്തിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാം അപ്പമായിട്ട് നമുക്ക് കിടക്കാം. ഇപ്പൊ ശരീരത്തിന് വേണ്ടുന്ന ഒരു ആഗ്രഹം വരികയാണ്, വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നാൽ ജഡത്തിന്റെ ഇച്ഛകൾ എല്ലാം അപ്പത്തോട് നമുക്ക് ഭൂമിക്കാം, അല്ലേ? ഒന്നും റെസ്പോണ്ട് ചെയ്യും. ഹാലെ ശരീരത്തിന്റെ, നമ്മുടെ ഈ ജഡത്തിന്റെ ഈ ജഡീകമായ ആഗ്രഹങ്ങളെയെല്ലാം ഈ ജഡം ഈ ജഡീകമായി വരുന്ന ആഗ്രഹത്തെ എല്ലാം അപ്പത്തോട് ഉപമിക്കാം. കാരണം അവിടെ കർത്താവ് യേശുക്രിസ്തു എഴുതുന്നത് അവൻ വിശപ്പിനെ അടക്കി. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ ആഗ്രഹത്തെയും നമുക്ക് അടക്കാൻ കഴിയും. അതടക്കുമ്പോഴേ നമുക്ക് ജയിക്കാൻ കഴിയുന്ന. ഹാലലി അവിടെയൊക്കെ ഹാലലിയ അവിടെ വിശപ്പിനെ അടക്കിയതുപോലെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഇവിടെ എന്താ പറയാ, ആദാമിന്റെ ഹവ്വയുടെ മുമ്പിലേക്ക് വന്ന് ഈ പ്രലോഭനത്തെ അവർക്ക് അടക്കാൻ കഴിയെങ്കിൽ, അവർക്ക് അത് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ മരണം ഈ ലോകത്തിൽ വാഴത്തില്ലായിരുന്നു. ഹാലേലിയ. അപ്പം ഏകനാൽ വന്ന മരണം ഏകനാൽ തന്നെ നീക്കുകയും ചെയ്യുന്നുണ്ട്. ഹാലേലിയ. ആദമിന്റെ കത്ത് റോമാലേഖത്തെ അങ്ങനെ പറയുന്നത്. മരണം ഏകൻ മൂലം വന്നുവെങ്കിൽ ഹാലേലിയ യേശു ക്രിസ്തു ഏകൻ മൂലം ജീവനിലേക്ക് നമ്മളെ കടത്തി. എങ്ങനെ ജീവനിലേക്ക് കടത്തി? യേശു കർത്താവ് സകലത്തെയും ജയിച്ച് നമ്മളെ ശരീരത്തിൽ കൊണ്ട് ജഡത്തിൽ സകലത്തെയും ജഡത്തിൽ ഒരു പാപവും യേശു കർത്താവിന് തൊട്ടില്ല. അങ്ങനെ യേശു കർത്താവ് ഈ ലോകത്തിന് ഈ ജഡത്തിനെ ജയിച്ചിട്ടാണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്തത്. അപ്പം മരണം ഇവിടെ ഒക്കെ നമ്മൾ ആഹാരത്തിന്റെ രൂപത്തിൽ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ലേഖനങ്ങളിലൊക്കെ പലപ്പോഴും പറയും, നമ്മുടെ ഭക്ഷണം വയറിന് വേണ്ടുന്നതാണെങ്കിലും ഭക്ഷണത്തോടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കടന്ന ഹൃദയത്തിലാണ്. പലതും കാണുമ്പോൾ നമുക്കിത് കഴിക്കാൻ തോന്നണം, അല്ലെങ്കിൽ അത് വേണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ജഡത്തിന്റെ എല്ലാ ഇച്ഛകളും ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ. ഈ ജഡമാണ് നമ്മളെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ദേവദാസം ഇങ്ങനെ പറയുന്ന ഒരു വെളിപ്പാട് പറയുന്നത് കേട്ട്, ഇവിടെ 2 കഷ്ണം വിറകെടുത്തിട്ടാണ് അവരപ്പം ചുട്ട് മരിക്കാൻ പോയെങ്കിൽ 2 കഷ്ണം വിറകും കഷ്ണത്തിൽ തന്നെ കാൽവരി ക്രൂശിലാണ് ദൈവം ജീവനിലേക്ക് എല്ലാവരും കൊണ്ടുവരാൻ ഇടയായത്. ഹാലേലിയ. അപ്പൊ 2 വിറക് കഷ്ണത്തിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാലേലിയ. ആ ഇമ്പോർട്ടൻസെക്കാട്ട് കൂടുതൽ നമ്മളിവിടെ പറയുന്ന ഇമ്പോർട്ടൻസ് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അപ്പം അതുപോലെ പുറപ്പാട് പുസ്തകം ദൈവം പറയുന്നത്, നിന്റെ ദൈവമായി യഹോവയെ തന്നെ എന്നാൽ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്താ പറയാ, രോഗങ്ങളെ നിന്റെ നടുവിൽ നീക്കിക്കളയും. ഹാലേ. അപ്പം ഈ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിനാണ് രോഗങ്ങളെ നീക്കിക്കളയാനും കഴിയുന്നത്. ഹാലേ. അപ്പം ദൈവത്തെ സേവിച്ച ദൈവം നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഹാലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട അപ്പവും വെള്ളവും കഴിക്കുന്നവർക്ക് രോഗം ഉണ്ടാകത്തില്ല. രോഗമില്ലെങ്കിൽ മരണം ഉണ്ടാകത്തില്ല. ഹാലേലൂയ. അപ്പം നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതെ ചില അപ്പത്തെയും വെള്ളത്തെയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് അതുവഴി രോഗവും മരണവും നമ്മളിലേക്ക് വരുന്നത്. ഹാലേലൂയ. അപ്പൊ അപ്പത്തിലൂടെ നമ്മളിലേക്ക് ജീവൻ വരുമെങ്കിൽ അതേ അപ്പത്തിലൂടെ മരണത്തിനും കടന്നു വരാൻ കഴിയും. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലോകത്തിൻ്റെതായ ഭക്ഷണം ഹാലേലൂയ, ഹാലേലൂയ, ദൈവത്തിൻ്റെതായ ഭക്ഷണമുണ്ട്. യേശുകർത്താവ് എന്ന് വിളിച്ചു പറഞ്ഞത്, സാക്ഷാൽ അപ്പം എന്ന് പറഞ്ഞത് യേശുകർത്താവാകുന്ന വചനത്തെ കുറിച്ച് തന്നെയാണ്.
അക്ഷരാർത്ഥത്തിൽ അതാണ് യേശുക്കത്ത് പറഞ്ഞതെങ്കിലും അന്ന് ആശ്ചര്യമായിട്ട് അവരോട് പറയുമ്പം അവർ വിചാരിച്ചത് യേശുവിന്റെ ശരീരമാകുന്ന അപ്പത്തെ. അപ്പൊ നമ്മൾ കർത്താവിന്റെ മേശ എടുക്കുമ്പോൾ പറയുമ്പോൾ യേശുവിന്റെ ശരീരമാകുന്ന അപ്പത്തെ തന്നെയാണ് നമ്മൾ ഓർപ്പിക്കുന്നതെങ്കിലും യേശുക്കത്ത് പറഞ്ഞ അപ്പം സാക്ഷാൽ ഞാനാകും അപ്പം യേശു എന്ന വചനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഹാലേലിയ. അപ്പൊ ആ വചനം ഭക്ഷിക്കുന്നവൻ അവനിൽ എപ്പോഴും എന്തുണ്ടാവുന്ന വെച്ചാൽ അവനിൽ എപ്പോഴും ജീവനുണ്ടാവും. പക്ഷെ ഈ ലോകത്തിന്റെ ഭക്ഷണത്തിലൂടെയാണ്, അല്ലെങ്കിൽ ലോകത്തിലേക്കാണ് നമ്മുടെ ആഗ്രഹം നിൽക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞ ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ളതല്ല, ഈ ജഡത്തിന് ആവശ്യമുള്ളതിനെല്ലാം ഭക്ഷണത്തോടെ നമുക്ക് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ ജഡത്തിന് വരുന്ന ഒരു ഏത് ആഗ്രഹമാണെങ്കിലും അതെല്ലാം നമുക്ക് അടക്കാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് അതിനെല്ലാം വേണ്ടെന്ന് വെക്കാൻ കഴിയണം. അതിനെയൊക്കെ റിജക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ യേശു എന്ന വചനം നമ്മൾ ഓരോ ദിവസവും ഭക്ഷിക്കുന്നവരായി മാറണം. അപ്പൊ ഭക്ഷണത്തിന് ദൈവമക്കളുടെ ഇടയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദൈവമക്കൾക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നുള്ളതിനകത്തും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ണിൽ കാണുന്നിടത്തെല്ലാം പോയിട്ട് നമുക്ക് കണ്ണിൽ കിട്ടുന്ന കായ് കിട്ടുന്ന എല്ലാം നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് വ്യവസ്ഥകളില്ല. അത് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമുക്ക് പറയുന്ന, പക്ഷെ എല്ലാവരും ഇപ്പൊ പറയുന്നതാകട്ടെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ആകാം. പത്രോസിനോട് ദൈവം പറഞ്ഞില്ലേ, തുപ്പട്ടി കെട്ടി ഇറക്കി കൊടുത്തവർ പറഞ്ഞു, ഇത് ഞാൻ ശുദ്ധീകരിച്ചതിനൊന്നും നീ അശുദ്ധം എന്ന് പറയുമെന്ന് പറഞ്ഞില്ല, അപ്പൊ എല്ലാം കഴിക്കാമെന്ന് പറയാം. അവിടെ പത്രോസിനോട് പറഞ്ഞ് ശുദ്ധീകരിച്ചത്, ഞാൻ ശുദ്ധീകരിച്ചതിന് നീ അശുദ്ധം എന്ന് മലിനമെന്ന് പറയരുത് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ലോകത്തിലെ ജാതികളായ ജനങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അല്ലെ, എല്ലാവിധ നാൽക്കാലികൾ, ഇരുകാലികൾ, ഇഴജന്തുക്കൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. പത്രോസ് നീ എഴുന്നേറ്റ് ആമ അറുത്ത് അല്ലെങ്കിൽ അത് കഴിക്കുക എന്ന് പറയുമ്പോൾ പത്രോസ് അയ്യോ മലിനമായതൊന്നും അശുദ്ധമായതൊന്നും ഞാൻ ഭക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ ദുപ്പട്ടി 3 പ്രാവശ്യം മുകളോട്ട് കയറിപ്പോയി ഹാലേലി എന്ന് പറയാം. പക്ഷെ അതിലേക്ക് ആ ഒരു പത്രോസിന്റെ ആ ഒരു സംസാരത്തിൽ നിന്നും ഒക്കെ നമുക്ക്, പക്ഷേ ജാതികൾക്കിടയിലേക്ക് അതുകൊണ്ട് പത്രോസിനെ ആദ്യം ഉപയോഗിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചതുമില്ല. പിന്നെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് ഉപയോഗിക്കപ്പെട്ടത് പൗലോസ് അപ്പോസ്തലനാണ്. അപ്പൊ അവിടെ പൗലോസും പറയുന്നുണ്ട് സ്തോത്രത്തോട് അത് ഭക്ഷണത്തെ കുറിച്ച് പറയുന്നെങ്കിൽ പത്രോസിനെ കാണിച്ച വെളിപ്പാട് ആമേൻ സ്തോത്രം, അത് എല്ലാ തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണ്. സകല ജാതികളെയും കുറിച്ചാണ് കാണിച്ചേക്കുന്നത്. അതെടുത്ത് വെച്ചിട്ട് പലരും പറയും നമുക്ക് പന്നിയെ തിന്നാം, അത് തിന്നാം, ഇത് തിന്നാം, എല്ലാത്തിനും തിന്നുന്ന കുഴപ്പമൊന്നുമില്ല. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നാം വിശുദ്ധീകരിച്ച അശുദ്ധം എന്ന് പറയും. ദൈവം ശുദ്ധീകരിച്ച എന്തൊക്കെയാന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഴയ നിയമത്തെ ചില ആൾക്കാർ പഴയ നിയമമല്ല, അതെല്ലാം യേശു കർത്താവ് മരണത്തോട് മാറി, അത് അവരവരുടെ ഭക്ഷണം, നമ്മൾ അതിനകത്ത് തർക്കിക്കാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ഈ ലോകത്തിന്റെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാൻ, എല്ലാത്തവർക്കും അത് അവർ ദൈവം തമ്മിലുള്ള ബന്ധമാണ്. അല്ലേ? ഇപ്പൊ സാറാമ്മ സിസ്റ്റർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനത് കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നെ നിർബന്ധിക്കാനും പാടില്ല. എന്നാൽ ഞാൻ സാറാമ്മ സിസ്റ്റർ അത് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനും പാടില്ല. കാരണം വെച്ചാൽ അതൊക്കെ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ എങ്ങനെയാണെന്നും, നമ്മളിപ്പോ ആഭരണം തന്നെ ആഭരണം തന്നെ ചില ആൾക്കാർ ഊരുന്നു, ചില ആൾക്കാർ ഊരുന്നില്ല. ഞാനാണെ അവൻ ഊരിയിട്ടില്ല. അത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. അത് കണ്ടിട്ട് മറ്റൊരാള് അത് ഇട്ടതിനെ കുറിച്ചും ഇടാത്തതിനെ കുറിച്ചും കുറ്റം പറയുന്ന പാടില്ല. നമ്മുടെ ബിജു പാസ്റ്റർ പറയാണ്ട്, ബിജു പാസ്റ്റർ ആരെ ആവരണം ഇട്ടിട്ട് സ്നാനപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആവരണം ഇട്ടവർക്കാർക്കും ഞാൻ കർത്തൃമേശ തടയത്തുമില്ല. കാരണം കർത്താവിന്റെ മേശ വിലക്കാനായിട്ട് കർത്താവിന്റെ വചനത്തിൽ എങ്ങും വ്യവസ്ഥ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ആവരണം ഇട്ട് വന്നാലും അവര് ഇതിൽ പങ്കെടുക്കുന്നതിനും കർത്താവിന്റെ മേശ എടുക്കുന്നതിനും ഒന്നും നമുക്ക് വിലക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്, പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു സ്റ്റാൻഡ് ഞാൻ ആവരണം ഇടിയിട്ടുകൊണ്ട് ആരെ സ്നാനപ്പെടുത്തത്തില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടുള്ള ചില ഉടമ്പടികൾ ഉണ്ടാവും. അല്ലേ? ഞാൻ ആഭരണം ഇട്ട് തന്നെ സ്നാനപ്പെട്ട ആളാണ്. അപ്പം എൻ്റെ പാസ്റ്റർ അന്നേരം ഊരാനോ ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കതുകൊണ്ട് അത് ഇട്ടുകൊണ്ട് സ്നാനപ്പെട്ടതുകൊണ്ട് അത് ഊരണമെന്ന് പിന്നീട് എന്നോട് ദൈവം ഇടപെട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഊരുന്നില്ല. എന്ന് വിചാരിച്ച് ഊരിയവരാരും കുറ്റക്കാരാണെന്നോ കുറവുള്ളവരാണെന്നോ അല്ല, ഊരാത്തവരാരും കുറച്ച് കുറഞ്ഞവരാണെന്നോ ഗ്രേഡ് കുറഞ്ഞവരാണെന്നോ ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായി ദൈവവുമായിട്ട് എടുക്കുന്ന ഉടമ്പടിയാണ്. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ആഹാരം, ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ പ്രലോഭിപ്പിക്കാറുണ്ട്.
ഹാലേലിയ. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജഡികമായ ചില ആഗ്രഹങ്ങൾ, ചില ഇഷ്ടങ്ങൾ, ചില ആവശ്യകതകൾ, ഇതൊക്കെ ഹാലേലിയ ഈ ഫലം കാണാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം എന്ന സ്ത്രീ കണ്ടതുപോലെ ഇന്ന് പലപ്പോഴും നമ്മൾ അങ്ങനെ ചിലതിനെയൊക്കെ കാണുന്നുണ്ട്. ഇതെനിക്ക് നല്ലതാ, അല്ലെങ്കിൽ ഈ ബന്ധം എനിക്ക് നല്ലതാ, അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നല്ലതാണ് ഹാലേലിയ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് പോയി ഇതെനിക്ക് ഉപയോഗിച്ചു നോക്കിയാൽ നല്ലത്. ഇന്ന് കുഞ്ഞുങ്ങൾ പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അവരോട് പലരും പറയും, പിശാച് പറഞ്ഞ പോലെ നിന്ന് പറയാണ്, ഇത് നിങ്ങൾക്ക് നല്ലതാ, നിങ്ങൾക്ക് ജ്ഞാനം പ്രാപിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ നല്ല നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ചിലതിലൂടെ ഒക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റിയത് ഉപയോഗിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. അപ്പൊ അവരും ഹവ്വ എന്ന് പറയുന്ന പോലെ നിന്ന് പറയുകയാണ്, എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട്, തിന്നാൻ നല്ലതാ, അല്ലെങ്കിൽ ഇത് ജ്ഞാനം പ്രാപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നും ഈ ലോകത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന പല വാക്കുകളും പിശാച് അന്ന് ഹവ്വയോട് ഏദൻ തോട്ടത്തിൽ കയറി പറഞ്ഞ അതേ വാക്കുകളിലൂടെ കൊണ്ടുപോകണം. നമ്മൾ അതിനിപ്പം ഇന്നലെ ശിവ ഞാനോട് പറയായിരുന്നു, ഈ ഫുഡിന്റെ റിവ്യൂ നമ്മുടെ അവിടെ ഈ FM റേഡിയോ ഉണ്ട്, എപ്പോഴും റേഡിയോ നമ്മളിപ്പോ കാറിൽ കയറി എപ്പോഴും ഇത് പാടില്ല. അപ്പൊ ഇതിനകത്തെല്ലാം ഈ വ്ളോഗേഴ്സ് മൊത്തം ഈ ഏതെങ്കിലും റെസ്റ്റോറന്റ് ഒക്കെ പോയി കഴിച്ചിട്ട് റിവ്യൂ പറയലുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും റിവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് അന്നേരം അത് കഴിക്കാൻ തോന്നും. അതുപോലെ ഇവർ പറയുന്നത് അല്ലാതെ പറയാ അന്ന് കഴിച്ച് ഒരു അബദ്ധം പറ്റിയതുപോലെ ഒരു റെസ്റ്റോറന്റ് കാര്യം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അപ്പൊ തന്നെ അത് മേടിച്ചിട്ട് കഴിച്ചിട്ട് ഒരു കാശിനും കൊള്ളില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയും, പണ്ട് എനിക്കും പറ്റും, ഞാനിതുപോലെ FM ഒക്കെ കേൾക്കുന്ന സമയത്ത് അന്ന് എനിക്കൊന്ന് ആദ്യമായിട്ട് കിഴിപ്പൊറട്ടെ ഈ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് ബീഫൊക്കെ ആയിട്ട് പൊതിഞ്ഞ് മറ്റേ ആവി സ്റ്റീം ചെയ്തെടുക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മുടെ DJ മിഥുൻ ഇങ്ങനെ പറയുന്ന കേട്ടെ, എനിക്കത് കഴിച്ചോളാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്നിട്ട് ഞാനിതുപോലെ അപ്പൊ തന്നെ വിളിച്ചത് എനിക്ക് അവിടെ നമ്പറിലാഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അവിടുത്തെ നമ്പർ എടുത്ത് അവിടുന്ന് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കിയ ആളാണ് അത്. അപ്പൊ നമ്മൾ ഈ ഇവരുടെ ഈ വാക്കുകൾ, ഈ പ്രലോഭനങ്ങളാണ് നമ്മൾ വീണ് പോകുന്നത് പലപ്പോഴും. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പൊ വ്ളോഗേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ യൂട്യൂബ് ആണെങ്കിൽ ഇതൊക്കെ തുടങ്ങിയാലും വ്ളോഗേഴ്സിന്റെ പോലെയാണ്. കാരണം അവരാണല്ലോ ഓരോ റിവ്യൂ തരുന്നത്, ഓരോ റെസ്റ്റോറന്റ് എങ്ങനെ വളരണം തളരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണല്ലോ ഈ പറഞ്ഞത്. അപ്പം അതുപോലെ നമ്മൾ അന്നൊക്കെ ഇപ്പൊ ഈ കേൾക്കുന്ന ഈ ശബ്ദമൊക്കെ നമ്മൾ എന്തായിട്ടോ കാണണ്ടേ? ഏതം തോട്ടത്തിൽ മുഴുകി കേട്ട ശബ്ദം പോലെ ഇതൊക്കെ മനസ്സിലായത്, നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്, നമ്മളെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളെ കൊണ്ട് അത് തീറ്റിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട്, അവിടെ നല്ലതാ ഇവിടെ നല്ലതാ, ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദം ഏതാണെന്നറിയാമോ? അന്ന് അവിടെ കേട്ട ശബ്ദമായിരുന്നു. നമ്മളെ പലതിലേക്കും കൊണ്ടുപോകുന്നത് പലതിലേക്ക് അടുപ്പി നമ്മൾ പ്രത്യേകിച്ച് വചനത്തിൽ ഉറയ്ക്കാത്തവരെ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത, പരിശുദ്ധാത്മമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഇല്ലാത്ത, ഫെലോഷിപ്പിൽ അല്ലാത്തവരെയൊക്കെ ഈസി ആയിട്ട് ഇന്നും പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഈ ലോകത്തിന്റെ പലതിനെയും കാണിച്ചുകൊണ്ടാണ്. ഈ ലോകത്തിൻ്റെതായ ജഡത്തിന് സന്തോഷം കൊടുക്കുന്ന എല്ലാത്തിനെയും നമുക്ക് ജഡീകമായ ആഹാരം എന്ന് പറയാൻ പറ്റും. ഈ ജഡീകമായ ആഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിന് ഈ ദിവസങ്ങൾ തിരിച്ചറിയണം. യേശു കർത്താവ് പറഞ്ഞതുപോലെ എന്നെ തിന്നുന്നു എൻ മൂലം ജീവിക്കും. നമ്മൾ കഴിക്കേണ്ടുന്നത് നമ്മൾ കേൾക്കേണ്ട ശബ്ദം ആ ശബ്ദമായിരിക്കണം. ആ ശബ്ദത്തിലാണ് കർത്താവ് യേശു കർത്താവ് പറഞ്ഞ ആ ജീവൻ ജീവന്റെ അപ്പം യോഹന്നാൻ പറഞ്ഞതുപോലെ അതിൽ ജീവനുണ്ടായത്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായത്. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യ. അപ്പം നമ്മൾ വെളിച്ചത്തിലേക്ക് നടത്താനായിട്ട് നമ്മൾക്ക് വെളിച്ചം പകരേണ്ട ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരനും പറഞ്ഞ് വചനം കാൽദീപം പാതക പ്രകാശം. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വചനം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ, വചനത്തിന്റെ വചനത്തെക്കുറിച്ച് വചനവുമായിട്ടൊരു ബന്ധമില്ലാതിരുന്ന പലപ്പോഴും നമ്മൾ ഇതുപോലെ വിളിച്ചു പറഞ്ഞ ശബ്ദങ്ങളുടെ പിന്നാലെ പോകാൻ ഇടയാവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് വചനവുമായിട്ടൊരു ബന്ധം വേണം. വചനം നമുക്ക് എപ്പോഴും പൊരുൾ തിരിച്ചു തരുന്ന പരിശുദ്ധാത്മാണ്. അപ്പൊ പരിശുദ്ധാത്മമായിട്ടൊരു ഫെലോഷിപ്പ് വേണം. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ആദമിനെ ഹവ്വയുടെ പാമ്പ് ചെയ്തതെല്ലാം പറയുമ്പോൾ ആദവുമായിട്ട് അവിടെ ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അതിലേക്ക് വീഴത്തില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, ആരുടെ ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അതിലേക്ക് വീഴാതെ വണ്ണം നിർത്താൻ നമ്മളെ കഴിയും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും
എല്ലാവർക്കും വ്യക്തിപരമാണ്. ഞാൻ പറയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മറ്റൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഹാലയിലെ ദൈവത്തിന്റെ വചനം വായിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മമായിട്ടൊരു ഫെലോഷിപ്പിൽ പോകാനുമായിട്ടും അവരെ പഠിപ്പിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ ലോകത്തിൽ ഇന്ന് ഇതുപോലെ കേൾക്കുന്ന പല ശബ്ദങ്ങളെയും കേട്ടിട്ട് അതിനെ അത് നമ്മളെ കബളിപ്പിക്കാണ് തിരിച്ചറിഞ്ഞ് അവരതിൽ വീഴാതിരിക്കാൻ വേണം. അവർക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കൂടെ ഇരുന്നവരെ ഗൈഡ് ചെയ്ത് നടത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ ദൈവം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെവിടെ പോയാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം അവരെ ഗൈഡ് ചെയ്യും. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.